ഞാൻ സുമിത്രയോട് സംസാരിക്കാം. നീ വിഷമിക്കണ്ട. വേണ്ട ആൻറ്റി, ഗിരിയേട്ടൻ അമ്മ പറഞ്ഞതാ ശരി. ഗിരിയേട്ടനും ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടം. ശ്രീലക്ഷ്മി പാവ, അവ കാശ് കൊടുത്തിട്ട് ഞാനായിട്ട് അവളെ വേദനിപ്പിക്കില്ല. ഒരിക്കലും ഇഷ്ടമെന്ന് പറഞ്ഞ് ചെന്നതാ. ഇനിയും ചെന്ന് നാണം കിടാൻ വയ്യ. ഇനി ഗിരിയേട്ടനും ഞാനും ഒന്നിക്കണമെങ്കിൽ ഗിരിയേട്ടൻ എന്നോട് ഇഷ്ടമെന്ന് പറയണം. സത്യം പറഞ്ഞ എനിക്ക് മതിയായി. ഇനി എന്തെങ്കിലും മഹാത്ഭുതം സംഭവിച്ചാൽ എനിക്ക് ഗിരിയേട്ടനെ കിട്ടുമെന്ന് ഉറപ്പായി. എന്റെ മുമ്പിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാസ്ലിഹയും കർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ തന്നെ കട്ടയ്ക്ക് പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. പൂജ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരൂ. ആ പൂജ, പൂജ, ഞാൻ പണ്ട് പറഞ്ഞ തിയറിയൊക്കെ മറന്നേക്ക്. ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. യുദ്ധത്തിലും പ്രണയത്തിലും നിയമങ്ങളൊന്നുമില്ല. ഇനി ഒന്നും നോക്കാനില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ടേക്ക് വൺ. ഇപ്പൊ ടേക്ക് വൺ. എന്തായി? അതെ, നമുക്ക് കിരീടിനോട് സഹായിക്കാൻ പറയാം. നീ എന്നും മണ്ടത്തരായി പറയുന്നേ. ആ ഒന്നും ശരിയാവില്ല. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എന്റെ കൂടെ നിന്നാ മതി. ദേ, ഈ ഒരു വഴിയേ ഉള്ളൂ. എന്നെ വിശ്വസിക്കേ. റഹീം റാവുത്തറുടെ മോളോ? ഈ നാട്ടിൽ ഇത്രയും ക്രിസ്ത്യാനി പെമ്പിളറിനായിട്ട് നിനക്ക് റഹീം റാവുത്തറുടെ മോളെ മാത്രം കിട്ടിയോളാം. പ്രേമിക്കാനും വിളിച്ചോടാനും. അളിയ, ഈ പ്രാവശ്യം കൂടെ അളിയൻ എന്നെ സഹായിക്കണം. നസീമെ കെട്ടാൻ വേണ്ടി എന്നെ ടൂർണമെന്റ് നടത്തി കാശുണ്ടാക്കിയത്. സാവധാനം മുങ്ങാൻ നേരത്തെ അവളുടെ കല്യാണം ഉറപ്പിച്ചത്. ഇനി അവളെ കൊണ്ട് മുങ്ങ, അല്ല വേറെ വഴിയില്ല. അളിയൻ സഹായിക്കണം, പ്ലീസ് പ്ലീസ് സഹായിക്കണം. ഇല്ല, ഇത് ശരിയാവില്ല. ഈ പരിപാടിക്ക് തന്നെ നോക്കണ്ട. നീ ഒന്ന് പറ. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെന്ന് തോന്നിയോണ്ടാ ഒരു സഹായം ചോദിച്ചു. ഒരു സുഹൃത്തിന്റെ കല്യാണം സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിയ ആളല്ലേ. അത്ര ഒന്നും ഇല്ലെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സഹായം ചോദിച്ചതിന് ക്ഷമിക്കണം. പൂജ, നസീമ പൂജയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പൂജ വിചാരിച്ചാൽ അവളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഗിരി എന്നെ സഹായിച്ചേ പറ്റൂ. നിങ്ങളിത് എവിടെയായിരുന്നു? എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു? വാ, പോലെ അവിടെ നിൽക്കാൻ മതി. ഇവിടെ നിർത്തിക്കോ. ഇറങ്ങാം. അളിയ, വലിയ ഉപകാരം. ഇപ്പം നീ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. എനിക്ക് പറയാനുള്ളതൊക്കെ ഈ കത്തിലുണ്ട്. പോട്ടെ അളിയ. ശരി.
എടാ അതല്ലാതെ ഗിരി ചേട്ടേ നാറി. പണ്ട് ഇവളെ കാണാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം വായ്നോക്കി എന്ന് പറഞ്ഞ് നീ എന്നെ ഓടിച്ചു. പിന്നെ ഇവളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇന്റർനെറ്റ് ചെയ്ത് തുടങ്ങിയപ്പം അനാശാസം എന്ന് പറഞ്ഞ് നീ പോലീസിൽ ഒറ്റി കൊടുത്തു. ഒടുവിൽ കഷ്ടപ്പെട്ട് ഞാൻ അവളെ വളച്ച് കണ്ട ജ്വല്ലറിക്കാലിന്റെ കാലും പിടിച്ച് കുറച്ച് കാശുണ്ടാക്കി രക്ഷപ്പെടാന്ന് വെച്ചപ്പം സമൂഹ വിവാഹം മണ്ണം കിട്ടാന്ന് പറഞ്ഞിട്ട് നീ അവളെ കിട്ടാൻ വന്നോ? നാട്ടിലെ പാവങ്ങൾക്ക് മുഴുവൻ ജീവിതം കൊടുക്കാൻ നീ ആരടാ? അശോക ചക്രവർത്തിയോ? സമ്മതിക്കലടാ പുല്ലേ. വിട്ടല്ലടാ എന്റെ പെണ്ണെ. ശ്രീലക്ഷ്മി സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. PS അളിയ പുറകെ വരരുത് പ്ലീസ്. ജീവിച്ചു പൊക്കോട്ടെ. അത് കാഞ്ഞാണിച്ചേട്ടന്റെ അവസാനത്തെ മുങ്ങലായിരുന്നു. അത്രയും കാലം ആൾക്കാരെ ദ്രോഹിച്ച് മുങ്ങിയ കാഞ്ഞാണിച്ചേട്ടന് അന്ന് മുതൽ എന്റെയും ഗിരിയേട്ടന്റെയും ലൈഫിൽ ഒരു വിശുദ്ധന്റെ സ്ഥാനം. ഇപ്പൊ ഗിരിയേട്ടനെ ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് ഉറപ്പായി. അന്ന് നട്ടപ്പാതിരാക്കി എന്റെ ലൈഫിൽ നേരം വെളുത്തുമെന്ന് എനിക്ക് തോന്നി. വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എക്സാം റിസൾട്ട് നോക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇത്രയും വൈകിയോ? എന്നിട്ട് എന്തായി? പാസ്സായില്ലേ? സാരമില്ലടാ, വിഷമിക്കണ്ട. അല്ലടി, അപ്പൊ പിന്നെ ആ സണ്ണി പറഞ്ഞ കാര്യം നമുക്കങ്ങ് പ്രൊസീഡ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ സണ്ണിയോട് വരാൻ പറയും. അവസാനം ജൂലി ചേച്ചി ചെയ്ത പോലെ ചായ കുടിക്കാൻ വരുന്ന ഏതെങ്കിലും കോന്തനെ കെട്ടാനായിരിക്കും എന്റെ വിധിയെന്ന് എനിക്ക് തോന്നി. പിറ്റേന്ന് ഒരു ഓശാന ഞായറാഴ്ചയായിരുന്നു. പപ്പ ഇതൊന്ന് പിടിച്ചേ. പൂജ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. അവന് പറയാനുള്ളത് കേട്ട ശേഷം ഒരു തീരുമാനം എടുക്കേണ്ട നീയാ. ഇതുവരെ നിന്റെ പപ്പയും മമ്മിയും നിന്നെ വിഷമിപ്പിച്ചിട്ടില്ല. അവരെ കൂടി ഓർത്തിട്ടാവണം നീ ഒരു ഡിസിഷൻ എടുക്കാൻ. ഞാൻ കൂടെ ഉണ്ടാവും. ചെല്ലുമോളെ.